വർക്ക്ഷോപ്പ് എവിടെ പണിയിക്കും? ബാക്കി സ്ഥലമില്ലേ, അവിടെ പണിയിച്ചാ മതി. ഈ ഷെഡ് നിൽക്കുന്ന സ്ഥലത്തിന് തറവാട് തന്നേക്കാം. ശങ്കരപിള്ളയുടെ മോനാണോ? അതെ. ശ്രീധരൻ, ഇവൻ പട്ടാളത്തിൽ ജമീന്ദാരായിരുന്നു. ശ്രീധര, നിന്റെ അച്ഛന് മുതലും പലിശയും പലിശയ്ക്ക് കൊടുത്താണ് ഞങ്ങൾ ഈ സ്ഥലം എഴുതി വാങ്ങിയത്. ഇനി ഇവിടെ ഷെഡും കൊട്ടാരം ഒന്നും പറ്റുകയില്ല. ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് പണിയണം. എങ്കിൽ പൊളിച്ചു കളഞ്ഞിട്ട് പണിതാട്ടെ. എന്താ പൊളിച്ചാൽ? അത് പൊളിക്കുമ്പോ അറിയാം. എങ്കിലും അത് ഇപ്പൊ തന്നെ അറിഞ്ഞേക്കാം. നീ ഇപ്പൊ ഒന്നിനും പോണ്ട. അല്ല, അവൻ എന്താ ചെയ്യുന്നു കാണട്ടെ. ഉണ്ടാക്കണ അവിടെ. അപ്പോ ശങ്കരപ്പിള്ള കുഴപ്പമുണ്ടാക്കാൻ തന്നെയാ ഭാവം. കുഴപ്പം എന്തോന്ന് വേണം സാറേ, നിങ്ങൾ വർക്ക്ഷോപ്പ് പണിയാൻ പോന്നു. എനിക്കൊരു ഷെഡെങ്കിലും വേണ്ടേ? ഞാൻ തറവാട് തരാമെന്നേ. ഇല്ല, ഇത് നമ്മൾ തമ്മിൽ പറഞ്ഞാൽ തീരുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ കോടതി പറയട്ടെ, ഞാൻ കോടതി വരാം. വാടാ മോനെ ശ്രീധര, ഈ വസ്തു നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. കേസിന് പോയി കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തെങ്ങും അവിടെ വർക്ക്ഷോപ്പ് പണിയാന്ന് ചേട്ടൻ കരുതണ്ട. പിന്നെ എന്ത് ചെയ്യും? ചെയ്യാൻ ഒന്നേ ഉള്ളൂ, ആ ഷെഡ് ഒളിച്ച് ദൂരെ കളയണം. അച്ഛനറിഞ്ഞാൽ? അച്ഛനോട് അനുവാദം വാങ്ങിച്ചിട്ടാണോ ആരെങ്കിലും പൊളിക്കുന്നത്? ചേട്ടൻ എന്റെ കൂടെ നിൽക്കാമെങ്കിൽ സംഗതി ഞാൻ വഹിച്ചു തരാം. എന്താ പറയുന്നു? ഏറ്റു. അടിയടാ പോടാ. മേനു സാറിന്റെ മക്കളെ ആ ശങ്കരപ്പിള്ളയും മകനും കുറെ എവിടെയും കൂടി തല്ലുന്നു.
കാര്യങ്ങൾക്ക് അല്പ കഴിവൂക്ക് കാണിക്കണം, അല്ലാതെ രക്ഷയില്ല മിസ്റ്റർ മേനോൻ. ഇത് എനിക്ക് അറിയാൻ പാടില്ലാത്ത പരിപാടിയൊന്നും അല്ല. എന്നാലും ഒരു ഏറ്റുമുട്ടൽ ഒഴിവാകുന്നതിൽ ഒഴിവായിക്കോട്ടെ എന്ന് കരുതി, അത്രേ ഉള്ളൂ. ഞാൻ എവിടെ പോന്നു? കോളേജിലേക്ക്. നീയാണ് ചോണക്കുട്ടി, വിട്ടുക്കൻ വിട്ടുമിട്ടുക്കൻ. ചേട്ടനും അനിയനും കൂടെ ഇത് പ്ലാൻ ചെയ്ത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഛേ, ഒന്ന് കൂടാൻ പറ്റില്ല എനിക്ക്. ആ പിശുക്കിന്റെ നടുവിന് ഒരു തൊഴി കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ആ വർഷാപ്പിന്റെ പണി എന്ന് തുടങ്ങുന്നു? നാളെ തന്നെ തുടങ്ങാൻ പോവാ. ആരാ തടയാൻ പറ്റുമെന്ന് കാണുമല്ലോ. അയ്യോ, തടയാൻ ആര് വരാനാ? ആ പിശുക്കിനെ കൊണ്ടുപോയി ഈ സൂപ്പ് വെച്ചാ മതി എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത്രയേറെ പ്രാർത്ഥിക്കണോ? ഞാൻ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം എന്തായി? എന്ന് പറഞ്ഞ അമ്മയുടെ പിടിയിൽ രക്ഷപ്പെട്ടു പോരണ്ടേ? അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. എന്താ അമ്മ ചോദിച്ചോ? അങ്ങനെ അങ്ങോട്ട് തുറന്നു ചോദിച്ചില്ല, എന്നാലും ചില ചോദ്യങ്ങൾ കേട്ടാൽ മനസ്സിലാവില്ലേ? അതിരിക്കട്ടെ, അമ്മ ഇപ്പോൾ ഇതുവഴി വരുമോ? വരാതിരിക്കില്ല. അവിടെ ആരോടും സംസാരിച്ചോണ്ട് നിൽക്കുക. നിങ്ങൾ വരൂ. എങ്ങോട്ടാ? എങ്ങോട്ടായാലും എന്താ, ഞാനല്ലേ വിളിക്കുന്നത്. വരില്ലേ? വരാം. വരൂ. കാറ് റിപ്പയർ ആയതുകൊണ്ട് ഇന്ന് വീട്ടിൽ കൊണ്ടുവിടണമെന്ന് പറഞ്ഞല്ലേ കോളേജിന്റെ ഗേറ്റിൽ നിന്ന് രാധ എന്നെ കയറ്റി വിട്ടത്? അതിനിപ്പോ എന്ത് പറ്റി? ഇവിടെ എന്തിനാ വന്നത്? എന്റെ പൊന്നുഷേ, നിന്നോടൊന്ന് സ്വൈരമായിട്ട് സംസാരിക്കാൻ ഞാൻ ഒറ്റ വഴിയേ കണ്ടുള്ളൂ. താമസിച്ച അച്ഛൻ സ്റ്റാൻഡിൽ പിടിക്കും. അച്ഛനല്ല, അമ്മ സ്റ്റാൻഡിൽ പിടിച്ചാലും ശരി, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. വന്നേ. ഓ